ഞങ്ങൾക്ക് മറുപടിയില്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് ആക്കി തീർക്കാൻ വേണ്ടിയാണോ ഈ എനിക്ക് വളരെ ക്ഷമാപൂർവ്വം അങ്ങോട്ട് പറയാനുള്ള ഒരു കാര്യം ആ രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂമി ഇടപാടിലെ അഴിമതി നരേന്ദ്രമോദി അറിഞ്ഞിട്ടാണെങ്കിൽ ഇത് പിണറായി വിജയൻ അറിഞ്ഞിട്ടാണെന്ന് സമ്മതിക്കാം. അടിസ്ഥാന ലോഹം ചെമ്പാണ് എന്നുള്ള വിവരം പത്മകുമാറിനുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് തിരുത്തുന്നത്. ഇനി ഈ അങ്ങ് പറഞ്ഞതുപോലെ തീരുമാനത്തിലല്ല കൈപ്പടയിൽ തിരുത്തൽ വന്നിരിക്കുന്നത്, അതിലെ പ്രയോഗത്തിലാണ്. ഇനി അങ്ങനെ പിത്തള എന്ന് കാണുമ്പോൾ അടിസ്ഥാന ലോഹം ചെമ്പാണല്ലോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് അക്കാഡമിക്കായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ശരി, അതിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഉള്ളത്. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അവിടെ ഈ പറയുന്ന 98-ൽ സ്വർണം പതിപ്പിച്ചിട്ടുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അറിവുള്ളവരുണ്ട്. ഈ മുരാരി ബാബുവിന്റെ കുറ്റം എന്താണ്? അദ്ദേഹം അന്നും അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം എന്നാണ് SITയുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് അവിടെ ആ ജോലി നടത്തപ്പെട്ടിരുന്നുവെന്ന്. അങ്ങ് തന്നെ പറയുന്നത് പോലെ ശബരിമലയുടെ ചരിത്രം മുതൽ വർത്തമാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ അറിയാമെന്ന് പത്മകുമാറിന് വളരെ വ്യക്തിപരമായി അറിയാം അത് സ്വർണ്ണമാണ് എന്നുള്ളതൊക്കെ. അദ്ദേഹം ഞങ്ങളോട് പിന്നെ ചെമ്പാണെന്ന് പറഞ്ഞ് തർക്കിച്ചുവെങ്കിലും വളരെ വ്യക്തിപരമായും സാങ്കേതികമായും അദ്ദേഹത്തിന് അറിയാവുന്നതാണ് അത് സ്വർണം പതിപ്പിച്ചിട്ടുള്ളതാണ് എന്നുള്ളത്. ഇതൊക്കെ വളരെ പ്രകടമായി എല്ലാവരുടെയും മുന്നിൽ വന്ന കാര്യമാണ്. അതിലാണ് ഇനിയും പരിശോധന വേണമെന്ന് പറയുന്നത്, നല്ലോണം വേവട്ടെ എന്ന് പറയുന്നത്. ശ്രീമതി മാധു, ഇത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പറയൂ. 98-ലൊന്നും അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിട്ടില്ല. 98-ൽ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം അത്രയും ടെക്നോളജി പെർഫെക്റ്റ് ആയ ഒരു കാലത്ത് ഇത്രയും വലിയ സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ ആ സ്വർണത്തിന്റെ അളവ് കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാത്രം നിൽക്കില്ല. അത് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ശബരിമല മാത്രമായിട്ട് നിൽക്കില്ല. അത് മറ്റു പല കേന്ദ്രങ്ങളിലും അത് എത്തേണ്ടടുത്ത് എത്തും. ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അതുണ്ടാവും. അങ്ങ് തെറ്റിദ്ധരിച്ചു. 98-ൽ കമ്പ്യൂട്ടറൈസ് ചെയ്തു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ളതാണ്. അവിടെയുള്ള അതായത് ശബരിമലയിൽ എത്ര സ്വർണ്ണമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി സാങ്കേതികമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ അല്ലെങ്കിൽ ആകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എത്രത്തോളം അവിടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന കാര്യം 2019-ൽ തന്റെ കാലത്ത് കണക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞത് പത്മകുമാറാണ് എന്നോടാണ് പറഞ്ഞത്. 2019-ൽ എന്റെ കാലത്ത് ശബരിമലയിൽ എത്ര സ്വർണ്ണമുണ്ട് എന്നത് സംബന്ധിച്ച് കണക്ക് 2019-ൽ കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ അല്ലെ. അപ്പോൾ 2019-ൽ കണക്കെടുപ്പ് നടന്നിട്ടുണ്ടെന്നും കൊടുത്തിട്ടുണ്ടെന്നും മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ എന്നോട് പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. ആ വിവരങ്ങളടക്കം പരിശോധിക്കാമല്ലോ അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ. ശ്രീമതി മാധു, ഒരു കാര്യത്തിലെ നീണ്ട വാക്കുകൾ ഉത്തരങ്ങൾക്കാണോ ചോദ്യങ്ങൾക്കാണോ? ഒരു ഉത്തരത്തിന് സാധ്യതയില്ലാതെ ചോദ്യങ്ങൾ കൊണ്ടൊരു ചർച്ചയെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോവുകയും വലതുപക്ഷ നിരീക്ഷകരായ 10-12 പേർക്ക് യാതൊരു ഇടതടവില്ലാതെ ചർച്ച അനുവദിക്കുകയും ചെയ്താൽ ഇതെന്ത് ബാലൻസിങ് ചർച്ചയാണിത്? ഒരു വാചകം പൂർത്തിയാക്കാനും ഒരു ആശയം ക്ലാരിഫൈ ചെയ്യാനും സമ്മതിക്കാതെ നിങ്ങൾ ചോദ്യങ്ങൾ കൊണ്ട് മൂടുന്നത് കൊണ്ട് എന്താ പ്രയോജനം? നിങ്ങൾ ചർച്ച ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു 10-25 മിനിറ്റ് ചോദ്യങ്ങൾ അങ്ങ് സമർപ്പിക്കുക കേരളം മുഴുവൻ. എന്നിട്ട് അത് ശരിയാണെന്ന് നിങ്ങൾ അങ്ങ് നിഗമനത്തിലെത്ത്, എന്നിട്ട് ക്ലോസ് ചെയ്യും. അപ്പൊ പ്രശ്നം പരിഹരിക്കാം. ഞങ്ങൾക്ക് മറുപടിയില്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് ആക്കി തീർക്കാൻ വേണ്ടിയാണോ ഈ അഭ്യാസം? വളരെ ക്ഷമാപൂർവ്വം അങ്ങോട്ട് പറയാനുള്ള ഒരു കാര്യം ഞങ്ങൾക്കൊന്നും പറയാനില്ല. CPM-ന്റെ പ്രതിനിധികൾക്ക് ഇതിനകത്ത് ഒരു മറുപടിയും പറയാനില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. ഇല്ലില്ല, ഞാൻ അത്ര മോശപ്പെട്ട മനുഷ്യനുമല്ല. ഞാൻ പറയട്ടെ, അങ്ങനെ ചോദ്യത്തെ തെറ്റിദ്ധരിച്ചു. അങ്ങ് തെറ്റിദ്ധരിച്ചത് 98-ൽ അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. അങ്ങ് 5 മിനിറ്റ് നിർബാധം ഞാൻ ഇടപെടാതെ മറുപടി പറയുകയാണ് എങ്കിലും ആ തെറ്റിദ്ധരിച്ച ചോദ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അങ്ങ് മറുപടി പറയുക. അത് ഗുണം ചെയ്യില്ലല്ലോ സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് എനിക്ക് ഇടപെടേണ്ടി വന്നത്. അങ്ങ് പറയൂ, പൂർത്തിയാക്കും, ഞാൻ കേൾക്കാം. അതെ, ഇങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമതകൾ ഈ ചർച്ചയിൽ ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ചോദ്യം ചോദിക്കുകയും മറ്റുള്ളവർ അതിൽ കയറി പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞ്, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണല്ലോ ഈ ചർച്ച ചെയ്യുന്നത്. ആ വിഷമം ശ്രീമതി മാധുവിനും ഉണ്ടായ പ്രശ്നം തീർന്ന്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞത് 2019-ൽ അവിടെ മാധു ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീമതി മാധു ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു 2019-ൽ അവിടെ പൂശിയ സ്വർണത്തിന് കണക്കുണ്ടെന്ന്. അതുണ്ടെങ്കിൽ വളരെ സന്തോഷം. കാരണം ഈ അന്വേഷണം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനും വസ്തുത കണ്ടുപിടിക്കാനും അത് എളുപ്പമാണ്. നമ്മുടെയൊക്കെ ആശങ്ക എന്താ? 2019-ൽ അവിടെ പൂശിയ സ്വർണം എത്ര, അത് കഴിഞ്ഞ് ഇപ്പോൾ കണക്കെടുക്കുമ്പോൾ എത്ര സ്വർണം, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മാത്രം മതി ശബരിമലയിൽ എത്ര സ്വർണം പുറത്തു പോയെന്നുള്ളത്. അപ്പോൾ ഇനി ഇത് ആരുടെ കാലത്താണ് സ്വർണം പുറത്തു പോയത് എന്നുള്ളത് അതാണല്ലോ ഇപ്പോൾ അന്വേഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ശബരിമല കേസിനകത്ത് നല്ല ആത്മവിശ്വാസത്തോടെ അതിനെ സമീപിക്കാൻ പറ്റും. നേരെ മറിച്ച് 2019-ൽ അവിടെ വെച്ചിട്ടുള്ള സ്വർണത്തിൻ്റെ അളവ് കൃത്യമല്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോഴാണ് വരുന്നത് ഇത് 2019 മുതൽ 2019 എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്
പൂശിയ സ്വർണം വരുന്നത് അല്ല, സ്വർണം അവിടെ വിജയം വലിയ കൊണ്ടുവയ്ക്കുന്നത് 1998-ലാണ്. അപ്പം 98 മുതലുള്ള സ്വർണത്തിൻ്റെ കണക്ക് ശബരിമലയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരുടെ കാലത്താണ് ഈ സ്വർണം പുറത്തു പോയത് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ 1-2 ബോർഡിൻ്റെ കാലത്തേക്കല്ല പോകുന്നത്, പഴയ ബോർഡിൻ്റെ കാലത്തേക്ക് പോകണം. പഴയ ബോർഡുകളെല്ലാം, പല ബോർഡുകളും നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ അന്നത്തെ കാര്യങ്ങൾ ഓർമ്മയുള്ളവർക്കറിയാം. ഇതുപോലെ ചാനൽ ചർച്ചയൊന്നും നിങ്ങളാരും സംഘടിപ്പിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഓർമ്മയുള്ളവർക്കെല്ലാം അറിയാം, അവിടെ VS അച്യുതാനന്ദൻ്റെ കാലത്ത് അവിടെ നടന്ന കോൺഗ്രസ് നിശ്ചയിച്ച ബോർഡുള്ള സമയത്ത്, അത് ശ്രീ രാമൻ നായരെ പോലുള്ള ആളുകളുടെ ബോർഡുള്ള സമയത്ത്, പ്രയാറിൻ്റെ ബോർഡുള്ള സമയത്ത് ഒക്കെ അവിടെ ജസ്റ്റിസ് പരിപൂർണം കമ്മീഷനെ VSന് നിശ്ചയിക്കേണ്ടി വന്നത് അവിടുത്തെ അഴിമതി കണ്ടുപിടിക്കാനാണ്. അതിനുശേഷമാണ് വേറൊരു കമ്മീഷനെ പിന്നീടും അവിടെ നിയമിക്കപ്പെട്ടു. അതെല്ലാം എന്ന് പറഞ്ഞാൽ ശാന്തി നിയമനത്തിലെ, സ്റ്റാഫിൻ്റെ നിയമനത്തിലെ, ശർക്കര വാങ്ങുന്നതിലെ, പാത്രം വാങ്ങുന്നതിലെ, അവിടുത്തെ മറ്റ് അഴിമതി, ഇതെല്ലാം വർഷങ്ങളായിട്ട് നടന്നു വരികയും അതിന് തടയിടാൻ ഇടതുപക്ഷ സർക്കാർ വരേണ്ടി വന്നു. അങ്ങനെയാണ് അവിടെ ജസ്റ്റിസ് പരിപൂർണം കമ്മീഷനെ നമ്മുടെ VS അച്യുതാനന്ദൻ നിയമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അതിൻ്റെ തുടർച്ചയിലാണ് ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ നേതാവ് ശിവകുമാർ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ അഴിമതി കേസിൽ പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്യുന്നത്. അതിൻ്റെ വിജിലൻസ് കേസ് നിലനിൽക്കുകയാണ്. 1,87,00,000 വിജിലൻസ് കേസ് നിലനിൽക്കുകയാണ്. അതുപോലെ പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ അനധികൃതമായി TA എഴുതിയെടുത്തതിൻ്റെ വിജിലൻസ് കേസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുപോലെ ശർക്കര വാങ്ങിയതിനുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതെല്ലാം ശബരിമലയിൽ പണ്ട് നടന്നു വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് സാങ്കേതികവൽക്കരിച്ച് ശബരിമലയിൽ പുതിയ സാധ്യതകൾ തുറന്നിട്ട് ചെന്നൈയിലെ NIC കമ്പനിയുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി ഞങ്ങൾ പലതവണ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ എല്ലാ കാര്യങ്ങളും സൈറ്റിൽ കിട്ടത്തക്കവണ്ണം ഒരു തരി സ്വർണം പോലും അല്ലെങ്കിൽ ഒരു പൈസ പോലും അവിടെ നഷ്ടപ്പെടാൻ പാടില്ല എന്നെടുത്തത്. ഇനി അതിൻ്റെ ഏറ്റവും ഉയർന്ന സൂപ്പർലേറ്റീവ് സ്റ്റെപ്പാണ് കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയെ, കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ച് പരിചയമുള്ള ഭരണാധികാരിയെ അങ്ങോട്ട് ഏൽപ്പിച്ചുകൊണ്ട് അവിടെ യാതൊരു തെറ്റും സംഭവിക്കരുതെന്ന വാശി CPIM-നും ഗവൺമെന്റിനും ഉള്ളതുകൊണ്ടാണ് മാധു. അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ ചോദ്യം ചെയ്താൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. പത്മകുമാർ തെറ്റുകാരനാണ്. പത്മകുമാറിനെ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് CPIM അല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, എനിക്ക് സമയം തന്നില്ലെങ്കിലും വേണ്ടില്ല. പത്മകുമാറിനെ കൈകാര്യം ചെയ്യേണ്ട സമയത്ത്, അതിൻ്റെ ശരിയായ സമയത്ത് പത്മകുമാറിൻ്റെ കാര്യത്തിൽ വ്യക്തതയെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഞങ്ങൾ കൈക്കല കൂടാതെ എടുത്ത് വെളിയിൽ കളയുമെന്ന് പറയുന്നത് പോലെ പറയാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് പത്മകുമാറിനെ ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി പുറത്താക്കിയാലും ഈ ചർച്ച ഇന്ന് അവസാനിക്കില്ല. നാളെ ഇതിന്റെ 10 ഇരട്ടി ചർച്ച നടക്കും. അപ്പോൾ പോകുന്ന വേറെ തലങ്ങളിലോട്ടാ. ആ തലങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടു കഴിയാം. കാണാൻ പോകുന്ന പൂരമാണ്. അത്രേ ഉള്ളൂ ഞാൻ പറയാം. ഓക്കെ, കൈക്കല ഒഴിവാക്കണ്ട, ചിലപ്പോൾ പൊള്ളിപ്പോയാലോ. ഈ പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ട് 2019 എന്ന് ഞാൻ പറഞ്ഞില്ല. ശബരിമലയിലെ സ്വർണത്തിന്റെ കണക്ക് 2019 എന്റെ കാലത്തെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൂശിയ സ്വർണത്തിന്റെ കണക്ക് എന്നുള്ളതല്ല. പിന്നെ 2010 ഒരു മിനിറ്റ് അങ്ങനെ പറയരുത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് ഇടപെടാൻ പാടില്ല എന്നുള്ളതായിരുന്നല്ലോ. കേട്ടോ, അല്ല ഇടപെടാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മാധുവിന്റെ മാനേജ്മെന്റ് പല കാര്യത്തിലും കൈ പൊള്ളിയിട്ടുണ്ട്. ആ പൊള്ളലൊന്നും CPM പൊള്ളത്തില്ല. ശരി ശരി ശരി. കൈക്കല കൂടാതെ എടുത്ത് കളയുന്ന രീതി നല്ലതല്ല എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ, സ്വാഭാവികമായി. അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലല്ല, ശബരിമല കേസിൽ അറസ്റ്റിലായത് ആരാ? ശബരിമല കേസിൽ അറസ്റ്റിലായത് ആരാ? നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണേ. നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് പൊള്ളിയത് ആർക്കാണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൂശിയ സ്വർണത്തിന്റെ കണക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഡോക്ടർ PK ഗോപൻ, ഞാൻ പറഞ്ഞത് 2019 എന്റെ കാലത്ത് കണക്കെടുത്തു. എന്റെ കാലത്ത് ശബരിമലയിലുള്ള സ്വർണത്തിന്റെ കണക്കെടുത്തു എന്ന് പത്മകുമാർ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. 2010 കോമഡിയാണത്. എന്താണെന്നറിയാമോ? 2019 പൂശിയ സ്വർണത്തിന്റെ കണക്കും ഇപ്പോഴത്തെ സ്വർണത്തിന്റെ കണക്കും എടുത്താൽ അവിടെ ഏറ്റക്കുറച്ചിൽ ഉള്ളത് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. 2019 സ്വർണത്തിന്റെ കണക്കും ഇപ്പോഴത്തെ സ്വർണത്തിന്റെയും കണക്ക് കൂട്ടി നോക്കിയിട്ടല്ല. പാർട്ടി ചാനലിലിരുന്ന് അങ്ങനെ ഒരു പുതിയ സമവാക്യം ഞാൻ കേട്ടിരുന്നു. അത് അവിടെ അങ്ങനെ കിടക്കട്ടെ. പക്ഷെ 98 സ്വർണം, 98 പതിപ്പിച്ച സ്വർണം, അതിന്റെ കണക്കും ഇപ്പോഴത്തെ കണക്കുമാണ്. 2019 സ്വർണവും ഇപ്പോഴത്തെ സ്വർണവും അല്ല കൂട്ടി നോക്കേണ്ടത്. 98 പതിപ്പിച്ച സ്വർണവും ഇപ്പോഴവിടെ ബാക്കിയുള്ള സ്വർണവും കണക്ക് കൂട്ടുമ്പോഴാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കണക്ക് മനസ്സിലാക്കുക. ഒരു മിനിറ്റ്, അങ്ങനെയല്ല അങ്ങ് പറഞ്ഞത് 2019 പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ടെന്ന് മാധു പറഞ്ഞല്ലോ. അങ്ങനെയല്ല പറഞ്ഞത്. 2019 പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ടെങ്കിൽ ആ കണക്കും ഇപ്പോഴത്തെ കണക്കും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി എന്നാണ് അങ്ങ് പറഞ്ഞത്. വിജയമല്യ ഞാൻ ആവർത്തിക്കാം.
ഞാൻ ആവർത്തിക്കേണ്ട തിരുത്തിയാൽ മതി. വിജയമല്യ പൂശിയ സ്വർണത്തിന്റെ കണക്കും ദാ ഈ സെക്കൻഡിൽ ശബരിമലയിലുള്ള സ്വർണത്തിന്റെ കണക്കും തമ്മിൽ പരിശോധിക്കണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന് മുതൽ ചർച്ച തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ ആവശ്യപ്പെടുന്നു. ഈ ചർച്ചയിൽ അങ്ങ് പറഞ്ഞത് 2019 കണക്കുണ്ടെന്ന് മാധു പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ 2019 ആ കണക്കും ഈ കണക്കും കൂടി നോക്കിയാൽ ഇത് മനസ്സിലാകുമല്ലോ എന്നുള്ളതാണ്. പരിപൂർണ കമ്മീഷനെ VS നിയമിച്ചിട്ട് അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊന്നും അറസ്റ്റിലായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഈ കാലഘട്ടത്തിനുള്ളിലുണ്ടായ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അനിതര സാധാരണമായി അറസ്റ്റിലാക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൗതുകം. 2 പിന്നെ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കിയത് സർക്കാരിന്റെ അവിടെ ഒരു അട്ടിമറിയും ഉണ്ടാകരുതെന്നുള്ള വാശി കൊണ്ടാണ്. ഈ വാശി പൊട്ടി മുളച്ചുണ്ടായോ? ഈ വാശി ഇപ്പോഴുണ്ടായത് ഹൈക്കോടതി കേസെടുത്തത് കൊണ്ടാണ്. ഹൈക്കോടതി അന്വേഷണം SIT നിയമിച്ചത് കൊണ്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ടുകൾ ഇങ്ങനെ പുറത്തു വരികയും ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് അറസ്റ്റിലാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പ്രശാന്തിന് പിന്നീട് വീണ്ടും ഇത് നൽകാൻ കഴിയാത്ത സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിലോ കെ ജയകുമാർ അവിടുത്തെ ഈ വാശി കാരണം മല കയറി പോകുമായിരുന്നോ? ഇല്ല. അപ്പൊ ആ സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്നുണ്ടാവണം. ഉദ്ദേശശുദ്ധി എൻ വാസു ഉണ്ടാകുമ്പോഴില്ല. എൻ വാസുവിന്റെ കാലപരിധി, അതായത് കമ്മീഷണറുള്ള അദ്ദേഹത്തിന്റെ കാലപരിധി കൂട്ടിക്കൊടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി എടുത്ത് തോട്ടിൽ കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ സർക്കാരാണ്. ഉദ്ദേശശുദ്ധി പൊട്ടിമുളച്ചതല്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ ഡോക്ടർ PK ഗോപൻ. ഉദ്ദേശശുദ്ധി എൻ വാസുവിനെ കമ്മീഷൻ ആക്കിയപ്പോഴില്ല, ക്ഷമിക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയപ്പോഴില്ല. A പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയപ്പോൾ ഉദ്ദേശശുദ്ധി അവകാശപ്പെട്ടില്ല. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയപ്പോൾ മാത്രം മികച്ച ഉദ്ദേശശുദ്ധി. നല്ലത്. ഇനിയും തുടരട്ടെ. ശ്യാമരാജ് അങ്ങയിലേക്ക് വരാൻ ഏറെ വൈകി, എന്നോട് ക്ഷമിക്കണം. ഡോക്ടർ PK ഗോപൻ, കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJP-യുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ ആരോപണങ്ങൾ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഒരു കാര്യം ശ്രീമതി മാധു ഇവിടെ പറഞ്ഞു, മറ്റ് പല സുഹൃത്തുക്കളും ചൂണ്ടിക്കാണിച്ചു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ കൊണ്ടുവന്നത് പ്രശാന്തിന് നീട്ടിക്കൊടുക്കാൻ പറ്റാത്തതാണ്. എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഏതെങ്കിലും മുൻ പ്രസിഡന്റുമാർക്ക് CPM സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ടോ? ഒരാൾക്കും കൊടുത്തിട്ടില്ല എൻ്റെ അറിവിൽ. പ്രശാന്തിന് നീട്ടിക്കൊടുക്കുമെന്ന് നിങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചേ? നിങ്ങൾ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ നീട്ടിക്കൊടുത്തില്ലെന്ന് പറയുന്നു. രണ്ടാമത്, അഴിമതി നടത്തിയത് പിണറായി വിജയൻ്റെ അറിവോടുകൂടിയാണ്. ശരിയാണ്, നിങ്ങളുടെ പാർട്ടിക്കകത്ത് സമീപനം അതാണെങ്കിൽ ഞാനത് അഡ്മിറ്റ് ചെയ്യാം. സുരേന്ദ്രൻ, BJP-യുടെ പ്രസിഡന്റായിരുന്ന ശ്രീ സുരേന്ദ്രൻ്റെ കുഴൽപ്പണ കേസ് നരേന്ദ്രമോദി അറിഞ്ഞിട്ടാണ് നിങ്ങൾ സമ്മതിക്കൂ. ശ്രീ രാജീവ് ചന്ദ്രശേഖർ 10 വർഷം പക്ഷാഘാതം പിടിപെട്ട് കിടന്ന ഒരു മനുഷ്യൻ്റെ വിയർപ്പും കണ്ണീരും കൊണ്ടുണ്ടാക്കിയ സമ്പത്ത് ഉപയോഗിച്ച് കേരളത്തിലെ 1ാമത്തെ സ്വകാര്യ ചാനൽ വിലയ്ക്ക് വാങ്ങിച്ച് അംബാനിയെക്കാളും അദാനിയെക്കാളും പണക്കാരനാകാൻ പരിശ്രമിക്കുന്ന ഒരു വലിയ മുതലാളിയായ കേരളത്തിലെ കോൺഗ്രസിൻ്റെ, കേരളത്തിലെ RSSൻ്റെയും BJP-യുടെ നേതാവ് സംഘമിത്രങ്ങൾ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തെ പൂർണ്ണമായും വിലക്കെടുത്തുകൊണ്ട് പോയത് ആ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭൂമി ഇടപാടിലെ അഴിമതി നരേന്ദ്രമോദി അറിഞ്ഞിട്ടാണെങ്കിൽ ഇത് പിണറായി വിജയൻ അറിഞ്ഞിട്ടാണെന്ന് സമ്മതിക്കാം. ആ പാർട്ടിയുടെ ശൈലിയാണ് ഞങ്ങൾക്കും ആരോപിക്കുന്നതെങ്കിൽ ഞങ്ങളത് സമ്മതിക്കാം. പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഏത് തെളിവാണ് പ്രതിപക്ഷത്തിനുള്ളത്? നാളെ SIT കൊണ്ട് കൊടുത്താട്ടെ, നാളെ ഹൈക്കോടതി കൊണ്ട് സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടേ കൊടുക്കാനാണ് ഞങ്ങൾ പറയുന്നത്. അത് കുറച്ചുകൂടെ സൗകര്യമാണ് SITക്ക്. നിങ്ങൾ വെറുതെ ആരോപണം ഉന്നയിച്ചാൽ പോരാ. കടകംപള്ളി സുരേന്ദ്രൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണോ അവിടെ ഈ കവർച്ച നടന്നത് എന്നുള്ളത്, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പിണറായിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഒരെണ്ണം നിലനിൽക്കുന്ന പറ. കേരളത്തിൽ ED-യും CBI-യും നിങ്ങളും എല്ലാം മാധ്യമങ്ങളും എല്ലാം വർഷങ്ങളായിട്ടിട്ട് ചർച്ച ചെയ്യുന്നതിൽ ഒരു കേസ് നിലനിൽക്കുന്ന നിങ്ങൾ പറ. ലാവില്ലായിക്കോട്ടെ, എക്സാലോയിക്കോട്ടെ, കമല ഇന്റർനാഷണൽ ആയിക്കോട്ടെ, ഈന്തപ്പഴം ആയിക്കോട്ടെ, സ്വർണ്ണമായിക്കൊള്ളട്ടെ. പിണറായി വിജയൻ സ്വർണ്ണം ഉപയോഗിക്കുന്ന ആളല്ല. രമേശ് ചെന്നിത്തലയുടെ കഴുത്തെ സ്വർണ്ണമാല കാണും, സതീശന്റെ കഴുത്തിലും കയ്യിലും സ്വർണ്ണവും കാണും. പിണറായി വിജയൻ സ്വർണ്ണം ഉപയോഗിക്കുന്ന ആളല്ല. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അങ്ങനെ സ്വർണ്ണത്തിലും മറ്റു രീതിയിലും ജീവിക്കുന്ന ആളുകളുമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പറയുന്നത് നല്ലതാണ്.